160-ാമത്തെ ശ്ലോകത്തില് ദൈവ പൈതൃക കർമാണി ന പ്രമാദേന ലംഘയേത് സദാചാര്യ പിതൃതിഥീൻ അനുവർത്തേത ദൈവവത്. ദൈവ പൈതൃക കർമാണി, ദൈവ പൈതൃക കർമ്മങ്ങളെ പ്രമാദേവ പ്രമാദത്താൽ ന ലംഘയേത് ലംഘിക്കരുത് എന്ന് പറയുന്നത്. പൈതൃക കർമ്മം, ദൈവകർമ്മം തുടങ്ങിയവ ഇന്നത്തെ അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നതാണ് പഞ്ചയജ്ഞങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ. അതിൽ ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദൈവയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം എന്ന 5 യജ്ഞങ്ങളെ കുറിച്ച് പറയും. അത് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അനുവർത്തേയങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ പൂർവികന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക, ഈശ്വര ആരാധന ചെയ്യുക. ഈശ്വരാരാധനയും നമ്മളുടെ പൂർവികന്മാരിലുള്ള ആ നന്മയിലുള്ള വിശ്വാസവും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അത് ലംഘിക്കാൻ പാടില്ല. ധർമ്മമാണത്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജന്മം നൽകിയ അച്ഛൻ, അമ്മ, അവരുടെ അച്ഛൻ, അമ്മ, ഇതൊക്കെ തലമുറകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മുടെ ഈ ജന്മത്തിൽ ധർമ്മം കേൾക്കാൻ ഇടവരുത്തിയ ഒരു സമ്പത്താണ്. അല്ലെങ്കിൽ നമുക്കിത് കേൾക്കാൻ കഴിയുമോ, അറിയാൻ കഴിയുമോ? ഈശ്വരനിലേക്കുള്ള പ്രയാണം സുഗമമായി കിട്ടിയത് അവർ മുഖാന്തിരമാണ്. അതുകൊണ്ട് അവരോട് രേഖപ്പെടുത്തുന്ന കൃതജ്ഞത ഏത് തരത്തിലായാലും, അത് ഗാർഹസ്ഥ്യ ജീവിതത്തിലെ ശ്രാദ്ധരൂപത്തിലായാലും ഈശ്വരാരാധന എന്ന രീതിയിലായാലും അതിലൊന്നും ലംഘനം ഉണ്ടാകാൻ പാടില്ല. പൂർവികരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. ആ റെസ്പെക്റ്റ് നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണം എപ്പോഴും. നമ്മൾ ആചാരം കൊണ്ട് മാത്രം ചെയ്താൽ പോരാ, ആത്മാവ് കൊണ്ടും അത് ചെയ്യണം. പിന്നെ ദൈവം എന്നത് ഈശ്വരൻ, ഈശ്വരനിലുള്ള കറകളഞ്ഞ വിശ്വാസം, ഈശ്വരാരാധനയും ഓരോ ഗൃഹത്തിലും ഉണ്ടായിരിക്കണം, മനസ്സിലുണ്ടായിരിക്കണം. സദാ ദിനം പ്രതി എല്ലാ ദിവസവും ആചാര്യ പിതൃ അതിഥീൻ, ആചാര്യൻ, പിതാവ്, അതിഥി, ഇവരെ ദൈവവത് ദൈവത്തെ പോലെ അനുവർത്തിക്കണം. എന്നുവെച്ചാൽ അവരെ ആദരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ലൈഫിൽ നമുക്കത് ഗ്രാമീണ ജീവിതത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ധർമ്മത്തിൻ്റെ അഭാവം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അച്ഛനമ്മമാരോടൊന്നും ഒരു ആദരവോ ബഹുമാനമൊന്നും ഇല്ലാതെ മക്കൾ പെരുമാറുന്നത്. പക്ഷെ ആ ഗൃഹം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദമ്പതിമാർക്ക് കിട്ടേണ്ട ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരു പെൺകുട്ടി വരുന്ന ഗൃഹം, ആൺകുട്ടി വരുന്ന ഗൃഹം, അവർ മുമ്പേ ഒരു ധാർമ്മികമായ ജീവിതം നയിച്ച ഗൃഹത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് ധർമ്മബോധം ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരിലും അതില്ല എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ഒരു തലമുറയെ എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക വീടുകളിലും അച്ഛനമ്മമാർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അച്ഛൻ മദ്യപിക്കുകയും അമ്മയെ അനാദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതന്നെ എല്ലാം മക്കൾ കണ്ടു മനസ്സിലാക്കുകയും മക്കൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹവും പരിചരണവും ആദരവും ഒന്നും അച്ഛനമ്മയിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മക്കളെല്ലാം നിഷേധികളായിട്ട് വളരും. അവർ അച്ഛനെയും അമ്മയെയും മാത്രമല്ല, അവർ സമൂഹത്തിലെ നല്ലതിനെയും തള്ളിക്കളയും. ഒരു സത്സംഗത്തിലേക്ക് വരാൻ മക്കളെ വിളിച്ചാൽ വരില്ല. കാരണം എന്താ? അവർ കണ്ടു വളർന്ന അച്ഛനമ്മയും അവരുടെ യുവത്വത്തിൽ അതൊന്നും ചെയ്തിരുന്നില്ല. വാർദ്ധക്യത്തിനോട് അടുക്കുമ്പോൾ സത്സംഗത്തെക്കുറിച്ച് അവർ പറയുന്നുള്ളൂ. മക്കൾ എങ്ങനെ അനുസരിക്കും? അതാണ് അതിൻ്റെ ദോഷം. അപ്പോൾ മക്കളിൽ അത് ജന്മനാ കിട്ടണമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ ആ ധർമ്മം അച്ഛനിലും അമ്മയിലും ഉണ്ടെങ്കിലായിരുന്നു മക്കൾ ഇതൊക്കെ അനുസരിക്കുള്ളൂ.
അപ്പം നമ്മൾ ഇനിയും പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ ആ തലമുറകളിൽ ധാർമ്മിക ബോധം ഉണ്ടെങ്കിൽ അവർ ആചാര്യനെ ആദരിക്കും, പിതാവിനെ ആദരിക്കും, അതിഥിയെ ആദരിക്കും. ഒരു ആചാര്യനെ ആദരിക്കുന്നത് മാമൂൽ പ്രകാരം എന്തിനു വേണ്ടിയാണ്? ആചാര്യൻ എന്ന് പറഞ്ഞാൽ അറിവ് പകർന്നു തരുന്ന വ്യക്തിയാണ്. അറിവ് പകർന്നു തരുന്ന വ്യക്തിയെ ആദരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അത് അറിവ് ശ്രവിച്ച് അറിവിൻ്റെ പ്രയോജനം ഉണ്ടാക്കുന്നവർക്കാണ് അതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ ചില ഗൃഹങ്ങളിൽ അറിവിനെക്കുറിച്ചുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമൊന്നും കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഒരു ആചാര്യൻ്റെയോ ഗുരുവിൻ്റെയോ വില എന്തെന്ന് അറിയുകയില്ല. അതുകൊണ്ടാണ് പല ഇടങ്ങളിലും ഗുരുനിന്ദയും ആചാര്യനിന്ദയും ഒക്കെ എല്ലായിടത്തും കാണുന്നത്. പക്ഷെ പഴയ കാലത്ത് ഒരു ഗുരു ആചാര്യൻ എപ്പോഴും വന്ദ്യനായിരുന്നു, നിന്ദ്യനായിരുന്നില്ല. അത് ഒരു വലിയ പദവിയിലിരിക്കുന്ന ആളും ആ ഗുരുവിനെ വന്ദിക്കുമായിരുന്നു. ആ വന്ദിക്കുന്നത് ഗുരുവിൻ്റെ ശരീരത്തിനെയല്ല, മനസ്സിനെയല്ല, പദവിയെയുമല്ല. ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന അറിവിനെയും ആ അറിവിൻ്റെ പരമ്പരയെയുമാണ് വന്ദിക്കുന്നത്. ആ അറിവ് കൈവന്ന വഴിയെയാണ് വന്ദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സംസ്കാരത്തെ നമുക്ക് നിലനിർത്താൻ കഴിയും. ഇന്ന് നമുക്ക് പലയിടങ്ങളിലും അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പലയിടത്തും ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി കാണുന്നത്. അപ്പോൾ പറയുന്നു, നമ്മൾ നിത്യവും ചെയ്യേണ്ട ദൈവ പൈതൃക കർമ്മങ്ങൾ ലംഘിക്കാൻ പാടില്ല. ആചാര്യനെയും പിതാവിനെയും അതിഥിയെയും ദൈവത്തെപ്പോലെ പരമമായിട്ട് കണ്ട് അവരെ അനുവർത്തിക്കണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം.